ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലും കൂടി ജോയിൻ ആവുക. പെട്ടെന്ന് അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ബ്ലസ്, പബ്ലിക് AI, അതേപോലെ തന്നെ സാഗ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ TG ഡേറ്റും അതേപോലെ തന്നെ ചെക്കറും അതിൽ കുറച്ച് ടാസ്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എയർ ഡ്രോപ്പ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റത്തെ കാര്യം ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലസ് തന്നെയാണ്. ബ്ലസ്സിൽ നമുക്ക് ഈ വാലറ്റ് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. 5% എക്സ്ട്രാ എയർ ഡ്രോപ്പ് ആണ് OKX വാലറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബ്ലസ്സിൻ്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ പബ്ലിക് AI എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഷാഗ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിലും ആയിരിക്കും പറയാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ബ്ലസ്സിലേക്ക് പോകാം. ബ്ലസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ടൈം ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എന്നെക്കാളും കൂടുതൽ ഒരുപാട് ആൾക്കാർക്കുണ്ട്. നമുക്കിവിടെ ബ്ലസ്സിൽ കിട്ടാൻ പോകുന്നത് 183 ഡേയ്സ് എന്ന് പറയുന്നത് ടോക്കൺ ആയിട്ട് നമുക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുക. ഈ ഒരു ബ്ലസ് ലിസ്റ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമുക്ക് ബ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യായിരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റുകൾ പുതിയതായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ അപ്പ് ടൈം എത്രയാണ്, എത്രത്തോളം ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൾറെഡി തന്നെ ഇവിടെ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സിമ്പിൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് എബൌട്ട് ടൈം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. വി ആർ എബൌട്ട് ലോഞ്ച് ദ ഫസ്റ്റ് എവർ ബ്ലസ് എയർ ഡ്രോപ്പ്. Register now to claim your share. You have until 11 AM PST on August 19 to register for the airdrop. ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ബ്ലസ്സിൽ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ എത്രത്തോളം കൂട്ടുകാർ ഈ ഒരു ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മളോട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഫോർ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ഈ ഒരു ട്വിറ്റർ കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അവർ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്വിറ്ററൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ വാലറ്റ് കണക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാലറ്റ് കണക്ഷനിൽ OKX വാലറ്റിൽ അഡീഷണൽ 5% ബൂസ്റ്റ് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു OKX വാലറ്റ് ഇവിടെ ചൂസ് ചെയ്യുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രബിൾ ആവണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ചൂസ് ചെയ്യാത്തത്. നിങ്ങളൊക്കെ OKX വാലറ്റ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും OKX വാലറ്റിന് കൊടുക്കുക. അപ്പോൾ 5% ബൂസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും വേണ്ട. ഞാനും എന്നെപ്പോലെ തന്നെ നിങ്ങളും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫാൻഡം ആണ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫാൻഡം തന്നെ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാലറ്റിലേക്ക് വരും. മേ ബി Web3 വാലറ്റ് നമുക്ക് OKXൽ ഓപ്പൺ ആവുന്നില്ല, മേ ബി ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിലേക്കാണ് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഫാൻഡം വാലറ്റ് തന്നെ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്രൗസറിൽ നമ്മൾ ബ്ലസ് ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞാൽ വേറൊരു ബ്രൗസറിൽ ഓപ്പൺ ആക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഓപ്പൺ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ ബ്രൗസറിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ബ്രൗസറാണോ ആ ബ്രൗസറിൽ ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്ന വാലറ്റ് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു സൈനിങ് മെസ്സേജ് വരും. വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫാൻഡം വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ മെയിൻ ഫാക്ടർ. അപ്പോൾ ഇത് എപ്പോഴാണോ ഓപ്പൺ ആവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇത് വീണ്ടും വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്തായില്ല, ഇത് വെരിഫൈ ആയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ബ്ലസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്. അതേപോലെ തന്നെ ബ്ലസ് കൈറ്റയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരുപാട് ആപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ എന്ത് പോകും, ഇതിൻ്റെ ഒരു ഷെയർ പോകും. കമ്മ്യൂണിറ്റിക്ക് വളരെയധികം കുറവ് കിട്ടുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാക്സിമം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ആപ്പേഴ്സിൽ ഒരുപാട് ഡെയിലി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പൊസിഷനിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അലോക്കേഷൻ അവർക്കായിരിക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അപ്പോൾ ഇത് സൈനിങ് കൊടുക്കുക, നിങ്ങളുടെ വാലറ്റിലേക്ക് കൺഫേം വരും, അത് തീർച്ചയായിട്ടും കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാവും. അത് സിമ്പിൾ സ്റ്റെപ്പ് ആയിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് പബ്ലിക് AI ഡാറ്റ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽസും അതേപോലെ തന്നെ ഹോട്ട് വാലറ്റും സൊലാന വാലറ്റും അതേപോലെ തന്നെ എത്തീരിയത്തിൻ്റെ വാലറ്റും നിങ്ങൾ കണക്ട്
ചെയ്ത് വെക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ വീണ്ടും ഫെയിൽഡ് ആവുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷനാണ്. ഈ ഒരു കാര്യം പ്ലസിന് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ പബ്ലിക് ഡാറ്റ എയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രൊഫൈൽ സെഷനിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ സോഷ്യൽസും നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾ എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ NFT ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഹോട്ട് വാലറ്റിലായിരിക്കും NFT ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെയിം ഹോട്ട് വാലറ്റ് തന്നെ ഇവിടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഇതിൻ്റെ എയർ ഡ്രോപ്പും ഈ ഒരു 20-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ 3 എയർ ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ എയർ ഡ്രോപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ ഷാഗ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ആൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള എല്ലാവരും കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ റെഗുലർ ആയിട്ട് ഇവിടെ സ്പിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മൊത്തം 1,48,000 പോയിന്റ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വലിയ പോയിന്റ്സ് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും കുറവ് പോയിന്റ്സ് ആയിരിക്കും. എനിക്ക് ഇത് കുറവ് പോയിന്റ്സ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ലീഡർ ബോർഡൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് മില്യൺ കണക്കിന് പോയിന്റ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇതിലൊക്കെ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാലറ്റ് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ സോഷ്യൽസ് കണക്ട് ചെയ്യാനുണ്ട്. ഈ ഒരു സോഷ്യൽസ് കണക്ട് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ നേരത്തെ ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിമൈൻഡറും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ ബ്ലസ്റ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രബിൾ ഒക്കെ വരുന്നത് ഈ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ. ആ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കഴിയുക, സൈനിങ് ചെയ്യുക. ചെയ്തിട്ട് വന്നില്ലെങ്കിൽ റീട്രൈ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുക. എന്ത് ഡൗട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നോട്ട് പെയിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.